ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. എൻ്റെ മോൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഷൂട്ടാക്കിയിട്ടുള്ളത്. അവൻ്റെ ഫുഡ് റൊട്ടീൻ, സ്കിൻ കെയർ എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നതാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാ ഈ ഒരു വീഡിയോ ഞാൻ എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് രാവിലെ ഒരു 8 മണി ടൈമിലായിരുന്നു കേട്ടോ. കാരണം രാത്രി നേരത്തെ അവന് കിടന്നുറങ്ങുന്നതോട്ട് രാവിലെ നേരത്തെ എണീക്കും. അപ്പോൾ ഇതാ രാവിലെ എണീറ്റിട്ടുണ്ട്. അവന് എണീറ്റ് കഴിഞ്ഞാൽ സൗണ്ട് കേട്ടിട്ടാണ് കേട്ടോ ഞാൻ അധികം അറിയാറുള്ളത്. രാവിലെ എണീക്കുമ്പോൾ ആളെപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ എണീക്കാറുള്ളത്. ചില ദിവസങ്ങളിൽ മാത്രമാണ് ഭയങ്കര കരച്ചിലൊക്കെ ആയിട്ട് എണീക്കുള്ളൂ, കുറുമ്പൊക്കെ കാട്ടുള്ളൂ. അല്ലാത്ത പക്ഷം ആളെപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ എണീക്കുക. പിന്നെ ഇതാ എണീറ്റ് പാടെ കുറച്ച് ടൈം ഇങ്ങനെ ഇരുന്ന് കളിക്കും. ആ ടൈമിലൊന്നും നമ്മൾ അവനെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പറ്റില്ല. അവൻ്റെ ഒരു ടൈമാണ് കേട്ടോ അത്. എണീറ്റ് കഴിഞ്ഞാൽ അവനക്കൊരു എന്താ പറയുക, ഒരു എനർജിയൊക്കെ ആവാൻ വേണ്ടിയിട്ട് ആൾ കുറച്ച് ടൈം ഇങ്ങനെ കളിക്കും. പിന്നെ ഇന്ന് രാവിലെ എണീറ്റ് പാടെ അവന് ക്യാമറയും കാരൊക്കെ കാണുമ്പോൾ എന്ന് പ്രത്യേകമായിട്ടൊരു എക്സൈറ്റ്മെൻറ്റും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം പൊതുവേ ഞാൻ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ കൗണ്ടർ ടോപ്പിലൊക്കെയാണ് സെറ്റ് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ നേരെ അവൻ്റെ ഫ്രണ്ടിൽ കൊടുന്ന് സെറ്റ് ചെയ്യുമ്പോൾ ആൾക്കത് കിട്ടാനും വേണ്ടിയിട്ടുള്ളൊരു വാശിയും കുറുമ്പൊക്കെയാണ് കേട്ടോ. പിന്നെ എൻ്റെ മോന് ആകെയുള്ളൊരു ഹാബിറ്റാണ് കേട്ടോ എന്ത് കിട്ടിയാലും വായിലിടുക എന്നുള്ളത്. അതിപ്പോൾ ജീവനുള്ള വസ്തു ആയാലും ജീവമില്ലാത്ത വസ്തു ആയാലും അതൊന്നും ആൾക്കൊരു കുഴപ്പമില്ല, ഫുൾ വായിൽ ഒക്കെ ഇട്ട് വെക്കും. അതുകൊണ്ട് തന്നെ അവനെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ആ കാര്യത്തിൽ. പിന്നെ ഞാൻ പൊതുവെ എല്ലാ ഉമ്മമാരടുത്തും ചോദിക്കും എപ്പോഴാണ് നിങ്ങളെ മക്കൾക്ക് അതൊക്കെ മാറിയത് എന്നുള്ളത്. അപ്പോൾ അവർ പൊതുവേ പറയും എൻ്റെ അടുത്ത്, നമ്മൾ വിചാരിക്കും 1 വയസ്സ് 2 വയസ്സായാലൊക്കെ അത് മാറും എന്നുള്ളത്. പക്ഷെ ഒരിക്കലുമില്ല. അവർക്കൊരു ബുദ്ധി വെക്കുന്നത് വരെ എന്തായാലും ഈ ഒരു ഹാബിറ്റ് ഉണ്ടാവും എന്ന് പറയട്ടെ. ഇനിയിപ്പോൾ ഇതാ നെക്സ്റ്റ് ഡിസൈൻ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവലാണ് കേട്ടോ. അവൻ്റെ ഈ ഒരു ബ്രഷ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നായിരുന്നു. നമുക്ക് നല്ലൊരു യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു ബ്രഷ്. നമുക്ക് തന്നെ അവർക്ക് ബ്രഷ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് സുഖമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ നല്ലൊരു സോഫ്റ്റാണ്, ഓവറായിട്ട് ഹാർഡല്ല. പിന്നെ ഞാനങ്ങനെ ഓവറായിട്ട് ഫോഴ്സ് ചെയ്തിട്ട് അവനൊരിക്കലും ബ്രഷ് ചെയ്യിപ്പിക്കാറില്ല. കാരണം നമ്മൾ കഴിക്കുന്ന പോലത്തെ ഒരുപാട് ഫുഡൊന്നും അവർ കഴിക്കുന്നില്ലല്ലോ, ആകെ കുറച്ച് ഫുഡല്ലോ അവർ കഴിക്കുക. അപ്പോൾ പിന്നെ രാവിലെ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാനും വേണ്ടിയിട്ട് അങ്ങനെ ഓവറായിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാനും വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യിപ്പിക്കാറാണ് കേട്ടോ. അതുപോലെ ബ്രഷിങ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബ്രഷ് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം പിന്നെ നമ്മളത് മറന്നു പോയി കഴിഞ്ഞാൽ വീണ്ടും അതെടുത്ത് തേക്കുന്ന ടൈമിൽ ചിലപ്പോൾ മേ ബി ഇൻഫെക്ഷനൊക്കെ വരാൻ നല്ല ചാൻസാണ്. ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് നല്ലൊരു ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ ബോക്സ് തന്നെ അങ്ങനെ ഇട്ട് വെക്കാറാണ് കേട്ടോ ചെയ്യാറ്. ഇനിയിപ്പോൾ ഇതാ നെക്സ്റ്റ് സെയിൻ്റെ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കലാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് അധികവും രാവിലെ ഞാൻ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ കോറയാണ് കേട്ടോ കൊടുക്കുന്നത്. നമ്മളെ നാട്ടിൽ കോറ എന്നാണ് പറയുക, ചില ഭാഗത്തൊക്കെ ഇതിന് മുത്താരി അതുപോലെ റാക്കി എന്നൊക്കെ പറയും. അപ്പോൾ കോറയുടെ പൊടി ഞാൻ പൊടിച്ചിട്ട് വെക്കാറാണ് കേട്ടോ പതിവ്. ഇപ്പോൾ കോറയുടെ പൊടി കഴിഞ്ഞതോട്ട് ഞാൻ കോറ കഴുകി വൃത്തിയാക്കിയിട്ട് ഇപ്പോൾ മിക്സിയിലൊന്ന് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തിട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതാവുമ്പോൾ നമുക്ക് കുറച്ച് ജ്യൂസി ആയിട്ട് കിട്ടും. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു വീഡിയോ ഞാൻ തലേ ദിവസം നൈറ്റിൽ ഷൂട്ടാക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ കോറൻ്റെ കൂടെ അവനക്ക് കുറച്ച് നെറ്റ്സും കൂടെ അതിൽ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കാറുള്ളത്. അപ്പോൾ ആ ഒരു നെറ്റ്സ് എല്ലാം ഞാൻ തലേ ദിവസം വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കലുണ്ട് കേട്ടോ. മാക്സിമം ഞാൻ ഒരു ദിവസം ഒരു 2 ഡേറ്റ്സ് എങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട്. കാരണം രണ്ടും കൂടെ മിക്സാക്കി ഇട്ടാലുള്ളൂ അതിൽ ഒരു ഡേറ്റ്സ് എങ്കിലും അത് വയറ്റിൽ പോയിട്ടുള്ളൂ. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ്, പിന്നെ ബദാം ഇങ്ങനെയൊക്കെ വെക്കും കേട്ടോ. എന്നിട്ടത് രാവിലെ എടുത്തിട്ട് തൊലി കളഞ്ഞിട്ട് അത് പാലിൽ ആഡ് ചെയ്യാറാണ് കേട്ടോ ചെയ്യാറ്.
പിന്നെ ഞാൻ ഏത് കുറുക്ക് മോനക്ക് ഉണ്ടാക്കുകയാണെങ്കിലും അതിൽ ഞാൻ പാൽ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. അവനക്ക് പാൽ ഒഴിച്ച് ശീലമാക്കിയതോട്ട് പാലില്ലാണ്ട് ഇപ്പം ഒരു കുറുക്കും അങ്ങനെ അവൻ കഴിക്കാറില്ല. പിന്നെ ഞാൻ നേരത്തെ തലേദിവസം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു നട്ട്സും കാര്യമൊക്കെ ഈ ഒരു പാലിലേക്ക് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ആ ഒരു ജ്യൂസാണ് കേട്ടോ ഈ ഒരു കുറുക്കിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത് ഈ ഒരു കോറയിൽ. അതാകുമ്പം കോറയുടെ ആ ഒരു ടേസ്റ്റിൽ നിന്ന് മാറിയിട്ട് ഒരു എന്താ പറയുക നട്ട്സിൻ്റെ ടേസ്റ്റും ആ ഒരു പാലിൻ്റെ ഒക്കെ ആയിട്ട് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അതുകൊണ്ട് അവനക്കത് കഴിക്കാനും ഇഷ്ടമാണ്. അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നോർമലി എല്ലാ കുറുക്കും ഉണ്ടാക്കുന്നത് പോലെ തന്നെ പിന്നെ ആ ഒരു പ്രോസസ്സൊക്കെ സെയിം ആണ് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുറുക്കിയിട്ട് എടുക്കും. പിന്നെ വല്ലാണ്ട് അങ്ങ് ടൈറ്റായിട്ട് കൊടുക്കാറില്ല. സ്പൂണിൽ നിന്ന് ജസ്റ്റ് ചാടുന്ന പോലത്തെ ഒരു നോർമലായിട്ടാണ് കേട്ടോ അവനക്ക് ഉണ്ടാക്കാറുള്ളത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യമൊക്കെ കഴിക്കൽ കഴിഞ്ഞാൽ ഞാൻ അവനെ പെട്ടെന്ന് തന്നെ എടുത്ത് കുളിപ്പിക്കും കേട്ടോ. കാരണം ഇതൊക്കെ കഴിയുമ്പോഴത്തേന് ആൾക്ക് ഉറക്കം വന്നിട്ടുണ്ടാവും. കാരണം രാത്രി നേരത്തെ അവന് കിടന്നുറങ്ങും, രാവിലെ നേരത്തെ എണീക്കും ചെയ്യും. അന്നേരം രാവിലെ നേരത്തെ അവന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ആൾക്ക് ഉറക്കം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ കുളിപ്പിക്കാറാണ് കേട്ടോ. കുളി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ക്രീമും കാര്യമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബോഡി ഫുള്ളായിട്ടൊന്ന് എന്താ പറയുക ഫുള്ളായിട്ടൊന്ന് തേച്ച് കൊടുക്കും. അങ്ങനെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞാൽ ആളൊന്ന് ഉറങ്ങി എണീക്കും കേട്ടോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് സെയിന് ഉച്ചയ്ക്ക് ലഞ്ച് ഞാൻ ആക്കിയിട്ടുള്ളത് ഗീ റൈസാണ് കേട്ടോ. ആൾക്ക് ഗീ റൈസ് കഴിക്കാനും വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ്. അത്യാവശ്യം നല്ല വേവണം കേട്ടോ, എന്നാലാണ് ആൾ കഴിക്കുള്ളൂ. പിന്നെ ഒരു എഗ്ഗ് സ്ലൈസ് ചെയ്തത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ തീരെ എരിവില്ലാത്തൊരു കറി ആക്കിയിട്ടുണ്ട് കേട്ടോ. സെയിന് ഫുഡ് കൊടുക്കുന്ന ടൈമിൽ നല്ല ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ ഞാൻ കൊടുക്കാറുള്ളത്. കാരണം ആൾക്ക് തീരെ സ്പൈസി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇനി ചെറുതായി മൈന്യൂട്ടായിട്ട് വല്ല സ്പൈസി അവനക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഴിക്കുന്നത് അതവിടെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ കരഞ്ഞിട്ട് അവന് കഴിക്കില്ല. പിന്നെ കഴിപ്പിക്കണത് തന്നെ ഒരു ടാസ്ക്കാണ്. നല്ല എന്താ പറയുക ലോകത്തിലില്ലാത്ത കഥകളും ഒക്കെ മെനൻ്റെ എന്താ പറയുക ഒക്കെ എനിക്ക് തന്നെ ചില ടൈമിൽ ചിരി വരും കേട്ടോ. ഇതൊക്കെ ഉള്ള കഥകൾ തന്നെയാണോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഫുഡൊക്കെ കൊടുക്കാറുള്ളത്. പിന്നെ സെയിൻ യൂസ് ആക്കുന്നത് സെബാമണ്ടിൻ്റെ പ്രൊഡക്ട്സ് തന്നെയാണ് കേട്ടോ. അവന് നമ്മളിതുവരെ അതാണ് യൂസ് ആക്കിയിട്ടുള്ളത് അവനക്ക്. പിന്നെ ന്യൂ ബോൺ ടൈം തന്നെ നമ്മൾ അതാണ് സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ വിചാരിക്കും ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കിയിട്ട് ഹിമാലയ എങ്ങനെയുണ്ട് നോക്കണം എന്നുള്ളത്. എനിക്കതിൻ്റെ ഒരു സ്മെല്ലും കാര്യമൊക്കെ നല്ല കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് വിചാരിക്കും ഇനി അതൊന്ന് നോക്കണം എന്നുള്ളത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒരു ഈവനിങ് ടൈമെല്ലാം ആവുമ്പോൾ ഞാൻ അവനക്ക് എപ്പോഴും ഒരു പഴം കൊടുക്കാറുണ്ട് കേട്ടോ. അതിപ്പോൾ റോബസ്റ്റ് ആയാലും കുഴപ്പമില്ല, നേന്ത്രപ്പഴമായാലും കുഴപ്പമില്ല. അധികം നേന്ത്രപ്പഴമാണ് ഞാൻ എടുക്കാറുള്ളത്. നേന്ത്രപ്പഴം എല്ലാം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതൊക്കെ വെയിറ്റ് ഗെയിനിങ്ങിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഒരു നേന്ത്രപ്പഴം ഞാൻ എന്തായാലും കൊടുക്കാറുണ്ട് കേട്ടോ അവനക്ക്. അതിപ്പോൾ മിക്സിയിൽ ജ്യൂസ് അടിച്ചിട്ടാണെങ്കിലും വേവിച്ചിട്ട് ജ്യൂസ് അടിച്ചിട്ട് അങ്ങനെയും കൊടുക്കാറുണ്ട്. പിന്നെ കായൽ എല്ലാം വാട്ടിയിട്ടും അങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ. നെയ്യിൽ വാട്ടിയിട്ടും ഞാൻ കൊടുക്കാറുണ്ട്. ഇനിതാ ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മളുടെ ഈ ഒരു പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിതാ നമുക്ക് നെക്സ്റ്റ് ഒരു ബൗൾ എടുത്തിട്ട് ആ ഒരു ബൗളിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. ഈ ടൈമിൽ നമുക്ക് നട്ട്സ് പൗഡറൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു എഗ്ഗിൽ ആഡ് ചെയ്യുക. അപ്പോൾ രാവിലെ ഞാൻ അവനക്ക് കുറുക്കിൽ പൗഡർ ആഡ് ചെയ്തതോട്ട് അത് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ പാൽ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ മുട്ടയിൽ പാൽ ആഡ് ചെയ്യാന്നാണെങ്കിൽ അത് ഭയങ്കര സോഫ്റ്റ് ആവും കേട്ടോ. കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഈസിയാണ്. ഭയങ്കര സോഫ്റ്റായിട്ട് എന്താ പറയുക ചവക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതങ്ങനെ അലിഞ്ഞങ്ങനെ പോട്ടോ വായിൽ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഇതിൽ ഷുഗർ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അത്യാവശ്യം അവനക്ക് പഴത്തിൽ തന്നെ മധുരം ഉണ്ടാവും. എന്നിട്ട് ഞാൻ ഇതിലിപ്പോൾ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഈ ഒരു പഴത്തിലേക്ക് ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ.
പിന്നെ പാലൊഴിച്ചാൽ ഇത് നല്ല സോഫ്റ്റ് ആവും കേട്ടോ. അതുകൊണ്ട് പാൽ പ്രത്യേകം നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ പാൽ പ്രത്യേകം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. കാരണം മുട്ടയിൽ പാൽ ആഡ് ചെയ്യുമ്പോൾ ഒരു കളറും ഒന്ന് മാറും, ഒരു വൈറ്റ് കളറാവും. അന്നേരം കഴിക്കാനും ടേസ്റ്റാണ്. പിന്നെ മധുരമൊക്കെ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ കുറച്ചും കൂടെ മധുരം ആഡ് ചെയ്തിട്ട് ആ വെണ്ണയിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആവും കേട്ടോ. അത് പിന്നെ പഴം അത്യാവശ്യം നല്ല എന്താ പറയുക, പഴുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എടുത്തിട്ടുള്ള പഴം. അപ്പോൾ അതിൽ ഓൾറെഡി അത്യാവശ്യം നല്ല മധുരമുണ്ട്. എക്സ്ട്രാ പിന്നെ ഞാൻ അതുകൊണ്ട് മധുരം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഈവനിങ് ടൈം ആയിക്കഴിഞ്ഞാൽ എൻ്റെ സെയിന് ഒന്നും കൂടെ ഒരു എന്താ പറയുക എനർജിയാണ് കേട്ടോ. കാരണം അവനക്കറിയാം ആ ടൈമിൽ ഞാനൊന്ന് പുറത്തൊക്കെ കാക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ എന്ത് കൊടുത്താലും ആ ടൈമിൽ പെട്ടെന്ന് കഴിക്കാൻ നോക്കും കേട്ടോ അവന്. പിന്നെ ഈവനിങ് ടൈമിലാണ് ഞാൻ അവനക്ക് എല്ലാതും പരീക്ഷിക്കാറുള്ളത്. കാരണം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒന്നും എപ്പോഴും കൊടുക്കുന്നത് പോലെ തന്നെയാണ് കൊടുക്കാറുള്ളത്. മാറിക്കൊടുക്കും, അതൊക്കെ അവന് അറിയുന്ന ടേസ്റ്റും ആവും. പിന്നെ ഈവനിങ് ടൈമിലാണ് അധികം ഞാൻ ഇങ്ങനത്തെ സ്നാക്സ് അധികം മാറ്റി കൊടുക്കാറുള്ളത്. അപ്പോൾ ഇന്നത് കൊടുത്തു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാറുണ്ട്. ആ ടൈമിൽ അവനക്ക് അങ്ങനെ ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഒരു 2-3 ടൈമൊക്കെ കഴിക്കും, പിന്നെ ഫുള്ള് അങ്ങ് തുപ്പിക്കളയാറാണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മളെപ്പോഴും കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അവരെ ടേസ്റ്റ് നോക്കിയിട്ട് എപ്പോഴും ഒരേ ഫുഡ് കൊടുക്കാണ്ട്, അതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ഈവനിങ്ങിൽ എന്ത് കൊടുക്കുകയാണെങ്കിലും എപ്പോഴും സെയിം ആയിട്ട് കൊടുക്കാണ്ട് എപ്പോഴും ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് കൊടുക്കുക എന്നാണെങ്കിൽ അവർക്കും അതൊരു എക്സ്പീരിയൻസ് ആണ്. ഉണ്ടാക്കി നോക്കുമ്പോൾ നമുക്കും അതൊരു എക്സ്പീരിയൻസ് ആവും. സെയിം ഫുഡ് തന്നെ അവർക്ക് കൊടുക്കുമ്പോൾ അത് മടുപ്പാവും കേട്ടോ അവർക്ക്. 1 വയസ്സിൻ്റെ മുൻപ് എൻ്റെ മോനിക്ക് ഫുഡൊക്കെ കഴിക്കാൻ നല്ല ഇടങ്ങാറാണ് കേട്ടോ അവനെയും കൊണ്ടുണ്ടായിരുന്നത് എനിക്ക്. കാരണം നമ്മൾ ഷുഗറൊന്നും വല്ലാണ്ട് ആഡ് ചെയ്യൂല, അതുകൊണ്ട് തന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി എത്രയെല്ലാം കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും പിന്നെ കുറച്ചൊക്കെ ഞാൻ ആഡ് ചെയ്യൽ തുടങ്ങിയിരുന്നു കേട്ടോ. എന്നാലാണ് അവർ കഴിക്കുള്ളൂ. വായ്ക്ക് രുചിയുണ്ടെങ്കിലുള്ള അവർ കഴിക്കുക. ഇപ്പോൾ അവന് വിശന്നിട്ടുണ്ടെങ്കിൽ അവന് കഴിക്കും കേട്ടോ. പിന്നെ അതുപോലെ എനിക്ക് ഇൻസ്റ്റയിലൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, അവൻ്റെ ഈ ഒരു ചെയർ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നുള്ളത്. ഇത് അവൻ്റെ പപ്പ കഴിഞ്ഞ ലീവിന് വന്നിട്ട് അന്നേരം വാങ്ങിച്ചതായിരുന്നു കേട്ടോ. നമ്മളിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ക്രൈയിൽ നിന്നാണ്, പെരിന്തൽമണ്ണ. അവിടെ ഒരുപാട് വെറൈറ്റി ഇങ്ങനെ ചെയേഴ്സ് ഉണ്ട് കേട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ. ഇപ്പോൾ ഇതാ ടൈം ഒരു 5 മണിയെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ അവനൊന്ന് പുറത്തിറക്കാറുണ്ട്. ഫുൾ ടൈം വീട്ടിൽ തന്നെ അങ്ങനെ ഇരുത്താറില്ല ഞാൻ. പുറത്തേക്ക് നിറക്കിയ ആളൊന്ന് ഹാപ്പി ആക്കാറുണ്ട് കേട്ടോ. ഇഷ്ടമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇപ്പം കുറേ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇറങ്ങിയിട്ടും മഴ കാരണം ഇറക്കാറുമില്ല. അപ്പോൾ ഇന്ന് വല്ലാണ്ട് മഴ ഒന്നും കാണുന്നില്ല. അപ്പം ഇന്ന് നമ്മൾ 2 പേരും ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പുറത്തേക്ക്. ഇപ്പോൾ ഇതാ ടൈം ഒരു രാത്രി ഇഷ ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിലാണ് എൻ്റെ പൊന്നു മോനൊക്കെ പഠിക്കാൻ ഇരിക്കുന്ന ടൈം. ഈ ടൈമിലാണ് അവനും ഇരിക്കാറ് കേട്ടോ അവരെ കൂടെ. അവർക്ക് പഠിക്കാനൊന്നും ഒരു സ്വൈര്യം കൊടുക്കില്ല. അവരെ ഫുള്ള് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അവരെ പെൻസിൽ, അവരെ ഇറേസർ, അവരെ പെന്ന്, സ്കെയില് എല്ലാതും വേണ്ട വരും കേട്ടോ അവനക്കും. അന്നേരം ഞാൻ അവനക്കൊരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ പിക്ചേഴ്സും കളർഫുള്ളായിട്ടൊക്കെ കാണാനും വേണ്ടിയിട്ട് നല്ല ഇഷ്ടമായതോട്ട് ഞാൻ അവനക്ക് അന്നേരം വാങ്ങിച്ചൊരു ബുക്കാണ് കേട്ടോ ഇതിപ്പം അവനക്ക് ഇഷ്ടമാണ് ബുക്സൊക്കെ ഇങ്ങനെ നോക്കാനും വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിൽ കുറച്ച് ഐറ്റംസൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആളിങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്ത് കാണിച്ചു തരും കേട്ടോ. പിന്നെ ഞാൻ അവനക്ക് ടിയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബുക്സൊക്കെ ഈ ഒരു സൈഡിൽ കാണുന്ന ഫോട്ടോ പോലത്തെ ബുക്സൊക്കെ ഞാൻ സൗദിയിൽ പോയ ടൈമിൽ അന്നേരം ഒരുപാട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് അന്നേരം കണ്ടിട്ടില്ല. അവിടെ ഉണ്ടാവും മേ ബി, പക്ഷെ എനിക്ക് ടൈമില്ലായിരുന്നു കേട്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഇൻഷാല്ലാ ഇനി ഒരെണ്ണം അങ്ങനത്തെ വാങ്ങിക്കണമെന്നുണ്ട് എനിക്ക്. ഇപ്പോൾ ആൾ ബുക്കൊക്കെ നോക്കുന്നൊരു തിരക്കാണ് കേട്ടോ. ഈ ടൈമിൽ എൻ്റെ പൊന്നുമോനൊക്കെ പഠിക്കുന്ന ടൈം ആയതോട്ട് അവനക്ക് ഈ ടൈമിൽ അവരാരും കിട്ടില്ല കളിക്കാനൊന്നും. ആ ടൈമിൽ അവൻ തന്നെ സ്വയം ഇരുന്ന് അവൻ തന്നെ കളിക്കാനാണ് കേട്ടോ. ഇങ്ങനെ ബുക്കൊക്കെ എടുത്ത് നോക്കും. അന്നേരം അടുത്തിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ബുക്കിൻ്റെ പണിയൊക്കെ അവൻ കഴിക്കൂട്ടോ.
അപ്പം ഇങ്ങനെ പിക്ചേഴ്സൊക്കെ നോക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ ഒരു ടൈം അവൻ സ്പെൻഡ് ചെയ്യാറ്. പിന്നെ അവന് ടോയ്സ് കൊണ്ടൊക്കെ കളിക്കൽ വളരെ കുറവാണ് കേട്ടോ. കാരണം ഇപ്പോൾ ഒരു പുതിയ ടോയ്സ് എങ്ങാനും ഞാൻ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊരു 5 മിനിറ്റ് 10 മിനിറ്റ് എങ്ങാനും കയ്യിൽ അങ്ങനെ ഒരു ഇഷ്ടത്തോടുക്കനൊക്കെ കളിച്ച് അങ്ങനെ ഇരിക്കും. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് അവൻ്റെ കയ്യിൽ കാണില്ല കേട്ടോ. പിന്നെ അത് വേറെ പിന്നെ അത് മൈൻഡേ ഉണ്ടാവില്ല. പുതിയൊരു ടോയ് ആണ് എന്നുള്ളൊരു മൈൻഡേ എനിക്ക് ഉണ്ടാവില്ല. ആ ഫസ്റ്റ് കാണുന്ന ഒരു ഇമ്പ്രഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഉണ്ടാവുക. അങ്ങനെയൊക്കെ മെയിനായിട്ടും ഇഷ്ടം എല്ലാവർക്കും എല്ലാ അമ്മമാർക്കും അറിയുണ്ടാവുമല്ലോ, അവർക്ക് പറ്റാത്ത സാധനങ്ങളാണ് ഇവനക്കധികം ഇഷ്ടം കേട്ടോ. സ്പൂണ്, അതുപോലെ ചാർജറ്, എന്താ പറയുക, അതുപോലെ കത്തി, അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. പറ്റാത്തതാണ് അവനക്ക് ഏറ്റവും കൂടുതൽ കളിക്കാൻ ഇഷ്ടം. അപ്പോൾ സെയിൻ്റെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും ഒരു ഡേ എല്ലാം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്നാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ വേറെ നെക്സ്റ്റ് നല്ലൊരു വ്ളോഗായിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.